നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. ദുബായിൽ മിനി ബസ് ട്രക്കിന് പിന്നിലിടിച്ച് 8 മരണം. മരിച്ചവരിൽ 6 പേർ ഇന്ത്യക്കാർ, 9 പേർക്ക് പരിക്ക്. അപകടം ഓടുന്നതിനിടെ ട്രക്ക് പെട്ടെന്ന് നിന്നുപോയതിന് പിന്നാലെ. ഇസ്രയേലിനെതിരായ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെച്ച് ഇറാൻ. ലബനൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിക്കുന്നതോടെ സമാധാന ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്കെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ഇറാനിലെ ഇന്ത്യക്കാർക്ക് കർശന മുന്നറിയിപ്പുമായ എംബസി. ഏതു മാർഗമായാലും ഉടൻ ഇറാൻ വിടണം. ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും ഇന്ത്യക്കാർക്ക് നിർദ്ദേശം. യുഎയിൽ വർക്ക് പെർമിറ്റ് നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാൻ പുതിയ പരിഷ്കാരങ്ങൾ. ഇനി പൂർണ്ണമായും ഡിജിറ്റൽ സേവനങ്ങൾ. രാജ്യത്തെ തൊഴിൽ വിപണി കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. വിശദമായ വാർത്തകളിലേക്ക്. ദുബായ് എമിറേറ്റ്സ് റോഡിൽ മിനി ബസ് ട്രക്കിന് പിന്നിലിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം, 9 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 6 പേർ ഇന്ത്യക്കാരാണ്. സാങ്കേതിക തകരാറിനെ തുടർന്ന് റോഡിന് നടുവിൽ പെട്ടെന്ന് നിന്നുപോയ ട്രക്കിലേക്ക് മിനി ബസ് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായതെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. തിരക്കേറിയ ദുബായ് എമിറേറ്റ്സ് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രക്ക് തകരാറിനെ തുടർന്ന് നിന്നപ്പോഴായിരുന്നു അപകടം. മരിച്ചവരിൽ 6 പേർ ഇന്ത്യക്കാരാണെന്ന് ദുബായ് പോലീസ് സ്ഥിരീകരിച്ചു. 3 പേർ ഹൈദരാബാദ് സ്വദേശികളും 2 പേർ UP, ഒരാൾ പഞ്ചാബ് സ്വദേശിയുമാണ്. നേപ്പാൾ, ശ്രീലങ്ക സ്വദേശികളാണ് മരിച്ച മറ്റു 2 പേർ. ദുബായിലെ മോട്ടീവ് ടെക്നിക്കൽ സർവീസ് കമ്പനിയിലെ ജീവനക്കാർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ വാഹനം പെട്ടെന്ന് നിർത്തിയപ്പോൾ പിന്നാലെ വന്ന മിനി ബസ് ഡ്രൈവർ വേണ്ടത്ര ശ്രദ്ധ പുലർത്താതിരുന്നതും മുൻപിലെ വാഹനവുമായി സുരക്ഷിത അകലം പാലിക്കാതിരുന്നതുമാണ് വലിയ അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. പരിക്കേറ്റ 9 പേരിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. 4 പേർക്ക് നിസാര പരിക്കുകളുണ്ട്. പരിക്കേറ്റ എല്ലാവരെയും ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അപകടത്തെക്കുറിച്ച് വിവരമറിഞ്ഞ ഉടൻ ട്രാഫിക് പെട്രോളിംഗ് സംഘവും രക്ഷാപ്രവർത്തകരും സംഭവസ്ഥലത്തേക്ക് എത്തിയതായി ദുബായ് പോലീസ് ട്രാഫിക് വിഭാഗം ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജുമാ സാലം ബിൻ സുവൈദാൻ പറഞ്ഞു. സമയബന്ധിതമായി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചതായും അപകടത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. NTV ദുബായ്. ഇസ്രായേലിനെതിരായ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെച്ച് ഇറാൻ. എന്നാൽ ലബനൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിക്കുന്നതോടെ സമാധാന ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി. 2 മാസത്തെ വെടിനിർത്തലിനു ശേഷം ഇന്നലെ രാത്രിയോടെ പുനരാരംഭിച്ച ഇസ്രായേലുമായുള്ള ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്നാണ് ഇറാൻ ജോയിന്റ് മിലിറ്ററി കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ തെക്കൻ ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ കൂടുതൽ കടുത്ത പ്രതികരണമാകും ഇനി നേരിടേണ്ടി വരുമെന്നും ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പുമുണ്ട്. വെടിവയ്പ് നിർത്താൻ ഡൊണാൾഡ് ട്രംപ് ഇറാനോടും ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിക്കുന്നതോടെ സമാധാന ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും സംയമനം പാലിക്കണമെന്നും പാക് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനും ഹോർമൂസിൽ ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളെ തടയുന്ന US സൈന്യത്തിന്റെ നടപടികൾക്കും തിരിച്ചടിയെന്നോണമാണ് ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ 30 മിസൈലുകളാണ് ഇസ്രായേലിന് നേർക്ക് എത്തിയതെന്ന് ഇസ്രായേലി സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. യമനിലെ ഹൂത്തി വിമതർ 2 മിസൈലുകളും തൊടുത്തു. അതേസമയം ഇറാനിലെ എല്ലാ വിമാന സർവീസുകളും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ റദ്ദാക്കിയതായി ഇറാൻ എയർപോർട്ട്സ് ആൻഡ് എയർ നാവിഗേഷൻ കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ അവസാനത്തോടെയാണ് ഇറാനിൽ നിന്ന് ചില യാത്രാ വിമാന സർവീസുകൾ പുനരാരംഭിച്ചത്. ന്യൂസ് ഡെസ്ക് NTV. ഇസ്രായേലിനും ഇറാനുമിടയിൽ സംഘർഷം കടുക്കുന്നതിനിടെ ആക്രമണം അടിയന്തരമായി നിർത്തണമെന്ന ആവശ്യവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരുപക്ഷവും വെടിനിർത്തലിന് ആഗ്രഹിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ ട്രംപ് നിലവിൽ പുരോഗമിക്കുന്ന അന്തിമ സമാധാന ചർച്ചകൾക്ക് തടസ്സം സൃഷ്ടിക്കരുതെന്നും ആവശ്യപ്പെട്ടു. ഏപ്രിൽ 8 നിലവിൽ വന്ന വെടിനിർത്തലിന് ശേഷം ഇസ്രായേലിനും ഇറാനുമിടയിൽ പുതിയ പോർമുഖം തുറന്നതിനിടെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇസ്രായേലും ഇറാനും അടിയന്തരമായി വെടിവെപ്പ് നിർത്തണമെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു. മിനിറ്റുകൾക്കകം പങ്കുവച്ച മറ്റൊരു പോസ്റ്റിൽ ഇരുപക്ഷവും ഉടനടി ഒരു വെടിനിർത്തലിനായി ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. അജ്ഞതയോ വിഡ്ഢിത്തമോ തടസ്സമാകാതിരുന്നാൽ സമാധാനത്തിനായുള്ള അന്തിമ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒരു അന്തിമ കരാറിൽ എത്തുന്നതുവരെ ഉപരോധം പൂർണ്ണമായി നിലനിൽക്കും.
കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങണമെന്നും ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക ഇറാനുമായി ഉണ്ടാക്കിയേക്കാവുന്ന ഏതൊരു കരാറും അംഗീകരിക്കുകയല്ലാതെ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് വേറെ വഴിയില്ല എന്നും ട്രംപ് അവകാശപ്പെട്ടു. ടെഹ്റാനെതിരെയുള്ള അമേരിക്ക ഇസ്രയേൽ നീക്കങ്ങളിൽ താനാണ് അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് താൻ തന്നെയാണ്. നെതന്യാഹു അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നും അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാക്കുന്ന കരാറിൽ ഒപ്പുവെക്കുകയല്ലാതെ നെതന്യാഹുവിന് മുമ്പിൽ വേറെ വഴിയില്ല എന്നും ട്രംപ് ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് NTV. ഒമാൻ തീരത്തെ ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം. ഇന്ധന ടാങ്കർ കപ്പലിന് തീപിടിച്ചു. 24 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളതെന്നാണ് വിവരം. ഉച്ചയ്ക്ക് 1:30 ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന്റെ സ്വഭാവം, നാവികരുടെ നിലവിലെ അവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും തന്നെ പുറത്തു വന്നിട്ടില്ല. അതേസമയം നാവികരെല്ലാവരും സുരക്ഷിതരാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹോർമുസ് കടലിടുക്കിന് സമീപത്താണ് കപ്പൽ നിലവിലുള്ളത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം അതീവ സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് പുതിയ സംഭവവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിലെ ഇന്ത്യക്കാർക്ക് കർശന മുന്നറിയിപ്പുമായ എംബസി. ഏത് മാർഗത്തിലായാലും ഉടൻ ഇറാൻ വിടണമെന്നും ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടു. നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇറാനിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാരോട് ലഭ്യമായ യാത്രാമാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം രാജ്യം വിടാനും എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എക്സിലൂടെയാണ് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇറാനിലെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള മഖ്ഷഹറിലെ പെട്രോകെമിക്കൽ സമുച്ചയത്തിന് നേരെ ഇസ്രയേൽ വ്യോമസേന ശക്തമായ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ജാഗ്രതാ നിർദ്ദേശം. കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് അവഗണിച്ച് മധ്യ പടിഞ്ഞാറൻ ഇറാനിലെ സൈനിക താവളങ്ങൾക്ക് നേരെ അടക്കം ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരണമെന്നും എംബസി വ്യക്തമാക്കി. അടിയന്തര സാഹചര്യമുണ്ടായാൽ ബന്ധപ്പെടാൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളും നൽകിയിട്ടുണ്ട്. മേഖലയിൽ ഇസ്രയേൽ ഇറാൻ യുദ്ധം കനക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് അടിയന്തര നീക്കം. ന്യൂസ് ഡെസ്ക് NTV. വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉയർന്നതോടെ ബിസിനസ് മീറ്റിംഗുകൾ ഓൺലൈനിലേക്ക് മാറുകയാണ് GCC രാജ്യങ്ങളിലെ കമ്പനികൾ. കഴിഞ്ഞ ഫെബ്രുവരിയേക്കാൾ വിമാന ടിക്കറ്റ് നിരക്കിൽ 20% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൗദി, ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ശരാശരി 750 ദിർഹമാണ് നിരക്ക്. പശ്ചിമേഷ്യൻ സംഘർഷവും കുതിച്ചുയർന്ന വിമാന ടിക്കറ്റും മൂലം GCC രാജ്യങ്ങളിലെ കമ്പനികൾ പലതും കോവിഡ് കാലത്തിന് സമാനമായ രീതിയിലേക്ക് മടങ്ങുകയാണിപ്പോൾ. ബിസിനസ് മീറ്റിംഗുകൾ പലതും ഓൺലൈനായി നടത്തുകയാണ് കമ്പനികൾ. വെടിനിർത്തൽ നിലവിൽ വന്നതിനു പിന്നാലെ തിരികെ നേരിട്ടുള്ള മീറ്റിംഗുകൾ പുനരാരംഭിച്ചിരുന്നുവെങ്കിലും കുതിച്ചുയർന്ന വിമാന ടിക്കറ്റ് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലേക്കാൾ വിമാന ടിക്കറ്റ് നിരക്കിൽ 20% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബഹ്റൈൻ, സൗദി അറേബ്യ, ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ദുബായിൽ നിന്ന് യാത്ര ചെയ്യാൻ ശരാശരി 750 ദിർഹമെങ്കിലും വേണമെന്നതാണ് നിലവിലത്തെ സ്ഥിതി. ഇരുദിശകളിലേക്കും കുറഞ്ഞത് 1500 മുകളിൽ വേണം ടിക്കറ്റ് നിരക്ക്. മുൻപ് ശരാശരി 350 ദിർഹം മാത്രമുണ്ടായിരുന്ന ടിക്കറ്റ് നിരക്കാണ് ഈ രീതിയിൽ കുതിച്ചുയർന്നിരിക്കുന്നത്. കമ്പനികളുടെ സ്ഥിരത ഉറപ്പുവരുത്താൻ ചെലവുകൾ ചുരുക്കി മുന്നേറാനാണ് ബഹുരാഷ്ട്ര കമ്പനികളടക്കം നിലവിൽ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് NTV. UAE-യിൽ വർക്ക് പെർമിറ്റ് നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാൻ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ വേഗത്തിൽ അപേക്ഷകൾ തീർപ്പാക്കാൻ കഴിയും. രാജ്യത്തെ തൊഴിൽ വിപണി കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം. UAE-യിൽ വർക്ക് പെർമിറ്റ് നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനും ലളിതവൽക്കരിക്കാനുമാണ് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ അപേക്ഷാ നടപടികളുടെ വേഗത കൂടുകയും രാജ്യത്തെ തൊഴിൽ വിപണി കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്യും. സർക്കാർ സേവനങ്ങളിലെ നൂലാമാലകൾ ഒഴിവാക്കാനുള്ള സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയ മാറ്റങ്ങൾ. ഇതനുസരിച്ച് അപേക്ഷകൾക്കൊപ്പം അനുബന്ധ രേഖകൾ സമർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കി. കൂടാതെ ഫോമുകളിൽ പൂരിപ്പിക്കേണ്ട വിവരങ്ങളുടെ അളവ് 75 മുതൽ 97% വരെ കുറച്ചു.
മന്ത്രാലയത്തിന്റെ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി തൊഴിലുടമകൾക്ക് ഇനി എളുപ്പത്തിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. യുഎഇക്ക് പുറത്തുനിന്നും ആളുകളെ ജോലിക്ക് എടുക്കാനുള്ള വിദേശ റിക്രൂട്ട്മെന്റ് പെർമിറ്റ്, രാജ്യത്തിനകത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി മാറാനുള്ള ട്രാൻസ്ഫർ വർക്ക് പെർമിറ്റ്, കുടുംബത്തോടൊപ്പം യുഎഇയിൽ താമസിക്കുന്നവർക്ക് ജോലി ചെയ്യാൻ അനുമതി നൽകുന്ന പെർമിറ്റ്, 15നും 18നും ഇടയിൽ പ്രായമുള്ളവർക്ക് സുരക്ഷിതമായ സാഹചര്യത്തിൽ ജോലി ചെയ്യാൻ അനുമതി നൽകുന്ന ജുവനൈൽ പെർമിറ്റ് തുടങ്ങി വിവിധ തൊഴിൽ സാഹചര്യങ്ങൾക്കായി 13 തരം വർക്ക് പെർമിറ്റുകളാണ് മന്ത്രാലയം നിലവിൽ അനുവദിക്കുന്നത്. നിലവിലുള്ള വർക്ക് പെർമിറ്റ് സേവനങ്ങളെക്കുറിച്ചും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും ഓൺലൈൻ വഴി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാൻ ജൂലൈ 30 വരെ മന്ത്രാലയം സമയവും അനുവദിച്ചിട്ടുണ്ട്. NTV അബുദാബി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ 5 വർഷത്തെ സമ്പാദ്യമടങ്ങിയ ബാഗ് ടാക്സിയിൽ മറന്നുവെച്ച പ്രവാസിക്ക് ഷാർജ പോലീസിന്റെ സംയോജിത ഇടപെടലിലൂടെ പണം തിരികെ ലഭിച്ചു. വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുന്ന താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും അതിവേഗം സഹായം എത്തിക്കുന്നതിൽ യുഎഇയിലെ സുരക്ഷാ വിഭാഗം മുൻപന്തിയിലാണ്. ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞ ഉടൻ ഷാർജ പോലീസ് പ്രത്യേക അന്വേഷണം ആരംഭിക്കുകയും പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ടാക്സിക്കാർ കണ്ടെത്തുകയുമായിരുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ബാഗ് കണ്ടെടുത്ത് ഉടമസ്ഥന് കൈമാറാൻ പോലീസിന് സാധിച്ചു. 5 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് തിരികെ ലഭിച്ചതെന്നും പണത്തിനപ്പുറം തനിക്കും കുടുംബത്തിനും ഇതൊരു പുതിയ ജീവിതമാണെന്നും അറബ് പ്രവാസി പോലീസിനോട് നന്ദി പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കി. സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെ അബദ്ധത്തിൽ ബാഗ് ടാക്സിയിൽ ഉപേക്ഷിച്ചു പോയതാണ് ഇയാൾ. 5 വർഷത്തിലേറെയായുള്ള സമ്പാദ്യമായിരുന്നു അതിൽ മുഴുവൻ. ഷാർജ പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ സെക്യൂരിറ്റി ആൻഡ് പോർട്ട് അഫയേഴ്സ് ആണ് ഓപ്പറേഷൻ നടത്തിയത്. എമിറേറ്റിന്റെ നൂതന നിരീക്ഷണ ശൃംഖലയും സുരക്ഷാ ക്യാമറ സംവിധാനങ്ങളും ഉപയോഗിച്ച് ടാക്സിയുടെ റൂട്ട് ട്രാക്ക് ചെയ്യാനും അതിന്റെ സ്ഥാനം തിരിച്ചറിയാനും ഉദ്യോഗസ്ഥർക്ക് വേഗത്തിൽ കഴിഞ്ഞു. ഇത് റെക്കോർഡ് സമയത്തിനുള്ളിൽ ബാഗ് വീണ്ടെടുക്കാൻ കാരണമായി. സുരക്ഷാ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിലും നഷ്ടപ്പെട്ട സ്വത്ത് അതിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ നൽകാൻ അധികാരികളെ സഹായിക്കുന്നതിലും ആധുനിക സാങ്കേതിക വിദ്യയും നിരീക്ഷണ സംവിധാനങ്ങളും വഹിക്കുന്ന പ്രധാന പങ്കിനെ ഈ സംഭവം എടുത്തു കാണിക്കുന്നുവെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുന്ന താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും അതിവേഗം സഹായം എത്തിക്കുന്നതിൽ യുഎഇയിലെ സുരക്ഷാ വിഭാഗം മുൻപന്തിയിലാണുള്ളത്. NTV ഷാർജ. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് 5.5 കോടി രൂപ തട്ടിയെടുത്ത മുൻ മാനേജർക്ക് പിഴയും തടവും വിധിച്ചു കോടതി. ക്രിമിനൽ നടപടികൾക്ക് പുറമെ തട്ടിപ്പിനിരയായ സ്ഥാപനത്തിന് 23 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം നൽകാനും ദുബായ് സിവിൽ കോടതി ഉത്തരവിട്ടു. പൂർണ്ണമായി തുക അടച്ചു തീർക്കുന്നതുവരെ പ്രതിവർഷം 5% പലിശയും കോടതി ചെലവുകളും പ്രതി നൽകും. ദുബായിലെ കമ്പനിയിൽ നിന്ന് 21 ലക്ഷത്തിലധികം ദിർഹം തട്ടിയെടുത്ത കേസിലാണ് സ്ഥാപനത്തിലെ മുൻ അക്കൌണ്ട്സ് മാനേജർക്ക് ദുബായ് കോടതി തടവും പിഴയും നാടുകടത്തലും വിധിച്ചത്. ക്രിമിനൽ നടപടികൾക്ക് പുറമെ തട്ടിപ്പിനിരയായ സ്ഥാപനത്തിന് 23 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം നൽകാനും ദുബായ് സിവിൽ കോടതി ഉത്തരവിട്ടു. പൂർണ്ണമായി തുക അടച്ചു തീർക്കുന്നതുവരെ പ്രതിവർഷം 5% പലിശയും കോടതി ചെലവുകളും പ്രതി നൽകണം. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ചരക്ക് ഗതാഗത കമ്പനിയിലാണ് തട്ടിപ്പ് നടന്നത്. 2023 സെപ്റ്റംബറിൽ കമ്പനി മാനേജർ സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേട് കണ്ടെത്തിയതിനു പിന്നാലെ അൽ മുറാഖബാദ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. കമ്പനിയുടെ ആഭ്യന്തര അന്വേഷണത്തിൽ അക്കൌണ്ട്സ് മാനേജരായിരുന്ന പ്രതി ഉപഭോക്താക്കളിൽ നിന്ന് തുക കൈപ്പറ്റിയതിനു ശേഷം കമ്പനി അക്കൌണ്ടിൽ കുറഞ്ഞ തുക മാത്രം നിക്ഷേപിക്കുകയോ തുക പൂർണ്ണമായി തട്ടിയെടുക്കുകയോ ചെയ്തതായി കണ്ടെത്തി. ആകെ 21,07,250 ദിർഹത്തിന്റെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത്. 3 മാസം തടവും തട്ടിയെടുത്ത തുകയ്ക്ക് തുല്യമായ തുകയുമാണ് ശിക്ഷ. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം യുഎഇയിൽ നിന്ന് നാട് കടത്താനും കോടതി ഉത്തരവിട്ടു. വിധിക്കെതിരെ നൽകിയ അപ്പീൽ കോർട്ട് ഓഫ് അപ്പീലും കോർട്ട് ഓഫ് കസേഷനും നേരത്തെ തള്ളിയിരുന്നു. NTV അബുദാബി. ഇനി നോക്കാം ഇന്നത്തെ കാലാവസ്ഥ. സ്വർണ്ണവില. വിനിമയ നിരക്ക്. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. ദുബായിൽ മിനി ബസ് ട്രക്കിന് പിന്നിലിടിച്ച് 8 മരണം. മരിച്ചവരിൽ 6 പേർ ഇന്ത്യക്കാർ, 9 പേർക്ക് പരിക്ക്.
അപകടം ഓടുന്നതിനിടെ ട്രക്ക് പെട്ടെന്ന് നിന്നുപോയതിന് പിന്നാലെ ഇസ്രയേലിനെതിരായ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെച്ച് ഇറാൻ. ലബനൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിക്കുന്നതോടെ സമാധാന ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്കെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ഇറാനിലെ ഇന്ത്യക്കാർക്ക് കർശന മുന്നറിയിപ്പുമായ എംബസി. ഏതു മാർഗമായാലും ഉടൻ ഇറാൻ വിടണം. ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും ഇന്ത്യക്കാർക്ക് നിർദ്ദേശം. യുഎയിൽ വർക്ക് പെർമിറ്റ് നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാൻ പുതിയ പരിഷ്കാരങ്ങൾ. ഇനി പൂർണ്ണമായും ഡിജിറ്റൽ സേവനങ്ങൾ. രാജ്യത്തെ തൊഴിൽ വിപണി കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.